അല്പസമയം വളരെ ശ്രദ്ധയോടെ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 22-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം, 24-ാം സങ്കീർത്തനം. എല്ലാവരും പറഞ്ഞേ, 22, 23, 24 സങ്കീർത്തനം. 3 അനുഗ്രഹിക്കപ്പെട്ടതായ സങ്കീർത്തനങ്ങൾ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നൊന്നിനോട് ചേരപ്പെട്ട സങ്കീർത്തനമാണ്. 22, 23, 24 സങ്കീർത്തനങ്ങൾ കണക്റ്റഡായ സങ്കീർത്തനമാണ്, ചേർന്ന് നിൽക്കുന്ന സങ്കീർത്തനമാണ്. എന്താണ് അങ്ങനെ പറഞ്ഞാൽ 22, 23, 24 സങ്കീർത്തനം മശിയൈക സങ്കീർത്തനമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന സങ്കീർത്തനമാണ് ഈ 3 സങ്കീർത്തനങ്ങൾ. അത് ഒന്ന് വിവരിക്കാം, നിങ്ങൾക്ക് മനസ്സിലാകും. 22-ാം സങ്കീർത്തനം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ മശിഹ തമ്പുരാൻ ഭൂതകാലത്തിൽ നമുക്ക് വേണ്ടി മരിച്ചതിന്റെ ചരിത്രമാണ് 22. 23-ാം സങ്കീർത്തനം വർത്തമാന കാലത്തിൽ നമ്മെ നടത്തുന്ന ശ്രേഷ്ഠ ഇടയനായ യേശുവിനെ കുറിച്ചാണ്. ആമേൻ. 24-ാം സങ്കീർത്തനമാവട്ടെ ഭാവിയിൽ നാം പ്രത്യാശ വെക്കുന്ന, നാം കാത്തിരിക്കുന്ന ശ്രേഷ്ഠ ഇടയനായ, ആടുകളുടെ വലിയ ഇടയനായ, സഭയുടെ അധ്യക്ഷനും തലയുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് 24-ാം അധ്യായം. അപ്പോ 3 അധ്യായങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 22-ാം അധ്യായത്തിന്റെ ഹെഡിങ്, എന്റെ ദൈവമേ അങ്ങനെ കൈവിട്ടത് എന്ത്? 23, അവൻ യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. 24-ാം സങ്കീർത്തനം ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. 22-ാം സങ്കീർത്തനത്തിൽ ഇന്നലകളിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവിനെ കുറിച്ചാണ്. 23-ാം സങ്കീർത്തനമാവട്ടെ ഇന്ന് പ്രഭാതത്തിൽ അല്ല, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മെ നടത്തുവാൻ ശക്തനായ നല്ല ഇടയനെ കുറിച്ചാണ്. 24-ലാവട്ടെ നാം പ്രത്യാശ വെക്കുന്ന നമ്മുടെ വലിയ ഇടയനായ കർത്താവ് നമ്മെ ചേർക്കാൻ വരും എന്നുള്ള പ്രത്യാശയാണ്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തു ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സങ്കീർത്തനങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് 24-ാം സങ്കീർത്തനത്തെ കുറിച്ച് 1-2 കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഒരരുളപ്പാടായി ഞാൻ പറയാൻ പോകുകയാണ്. 24-ാം സങ്കീർത്തനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് 24-ാം സങ്കീർത്തനത്തിന് പ്രത്യേകത? അവിടെ ഒരു വാക്യം കിടപ്പുണ്ട്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേ ഉള്ള കതകെ എന്ത് ചെയ്യുവിൻ, ഉയർന്നിരിപ്പിൻ. ഒന്നിട്ടെ മോനെ. 24-ാം സങ്കീർത്തനം എത്ര വാക്യമാ? 7-8 വാക്യങ്ങൾ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേ ഉള്ള കതകെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് എന്ത് ചെയ്യട്ടെ, പ്രവേശിക്കട്ടെ. അടുത്ത വാക്യം, മഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായ യുദ്ധവീരനായ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ. എല്ലാരും പറഞ്ഞേ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. 24-ാം സങ്കീർത്തനം പറഞ്ഞിട്ട് 22-ലേക്ക് വരാം. 24-ാം സങ്കീർത്തനം ഒരു പ്രവാചക ഗീതമാണ്, പ്രവചന ഗീതമാണ്. ഈ 24-ാം സങ്കീർത്തനത്തിന് 2 പ്രവാചക ശബ്ദങ്ങളുണ്ട്, 2 അരുളപ്പാടുകളുണ്ട്. എന്താണ് 2 അരുളപ്പാട്? ഒന്ന് പറയാം. ഈ വായിച്ച വാക്യം, വാതിലുകളെ നിങ്ങളുടെ തല എന്ത് ചെയ്യുവിൻ, ഉയർത്തുവിൻ, പണ്ടേ ഉള്ള കഥകെ എന്ത് ചെയ്യുവിൻ, ഉയർന്നിരിപ്പിൻ. ഈ പ്രവചന വാക്യത്തെ കുറിച്ച് 2 ചിന്തകൾ ദൈവദാസന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ ചിന്ത, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ മശിഹ തമ്പുരാൻ മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്ത കർത്താവ് അടുത്ത ആമേൻ സംഭവിക്കുന്നത്, നമ്മുടെ യേശു വാനമേഘത്തിൽ വരും, സഭ എടുക്കും. അങ്ങനെ 7.5 വർഷം സഭ തമ്പുരാന്റെ അടുക്കൽ മണിയറവാസമായിരിക്കും. ആ മണിയറവാസം കഴിഞ്ഞ് 7.5 വർഷം കഴിയുമ്പോ സഭ വാഴ്ത്തപ്പെട്ടവനായ തമ്പുരാൻ ഒരുമിച്ച് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇതാണ് ക്രൈസ്തവരുടെ പഠിപ്പിക്കൽ. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ഭൂമിയിൽ ഇറങ്ങി വരുന്ന യേശു വരുന്നത് ഒലിവ് മലയിലാണ്. ഒലിവ് മലയിൽ അവൻ യേശു കടന്നു വരും. ഒലിവ് മലയിൽ യേശു പാദം ചവിട്ടും. പാദം ചവിട്ടുമ്പോൾ ഒലിവ് മല 2ആയി കീറിപ്പോകും. അങ്ങനെ ഒലിവ് മലയിൽ കാല് ചവിട്ടുന്ന കർത്താവ്
1000 ആണ്ട് വാഴ്ച തുടങ്ങുന്നത് യെരുശലേം ദൈവാലയത്തിൽ യെരുശലേമിലേക്കാണ് വരുന്നത്. യെരുശലേമിലേക്ക് കർത്താവ് വരുമ്പോൾ യെരുശലേമിന് ചുറ്റും മതിലുണ്ട്. ആ മതിലിൽ കിഴക്കേ വാതിൽ എന്ന് പറയുന്ന ഒരു വാതിലുണ്ട്. ആ വാതിൽ വഴിയാണ് മശിഹ യെരുശലേമിലേക്ക് ആമേൻ അധികാരമേറ്റെടുക്കാൻ വരുന്നത്. ഏത് വാതിൽ വഴി? കിഴക്കേ വാതിൽ വഴി. എന്നാൽ ആമേൻ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ഭരിക്കാൻ വരുന്ന തമ്പുരാൻ കിഴക്കേ വാതിൽ വഴി യെരുശലേമിലേക്ക് വരണമെങ്കിൽ അങ്ങനെ ഒരു വാതിൽ അവിടെ ഉണ്ടാകണം. അങ്ങനെ ഒരു വാതിൽ അവിടെ ഉണ്ടാകണം. അത് ഒന്ന് പറയാം. യെരുശലേം എന്ന് പറയുന്നത് ചുറ്റും മതിലുകളുള്ള ഒരു പട്ടണമാണ് യെരുശലേം എന്ന് പറയുന്നത്. സിയോൻ കോട്ടയെന്നും ദാവീദിന്റെ പട്ടണമെന്നും ഒക്കെ അതിന് പേരുണ്ട്. എന്തുമാകട്ടെ, യെരുശലേം എന്ന് പറയുന്ന ചുറ്റും മതിലുണ്ട്. ഈ മതിലിന് നടുക്കാണ് ആലയം. എന്നാൽ പല തവണകളായിട്ട് യെരുശലേം ആക്രമിക്കപ്പെട്ടു. ഡൊമീഷ്യൻ ചക്രവർത്തി, നീറോ, തുർക്കികൾ എന്ന് വേണ്ട പല അയൽ രാജ്യക്കാർ വന്ന് യെരുശലേമിനെ ആക്രമിച്ച കൂട്ടത്തിൽ അവരാദ്യം തകർത്തത് യെരുശലേമിന്റെ മതിലാണ്. യെരുശലേമിന്റെ മതിൽ അവർ ഇടിച്ചു തകർത്തു. ഇനി യെരുശലേം മതിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് നീളമുള്ളത് കൊണ്ട് ഓരോ മതിലിലും അതിന്റെ സ്ഥാനത്ത് ചില വാതിലുകൾ പണിത് വെച്ചിട്ടുണ്ട്. ഓരോ വാതിലുകളുണ്ട് മതിലിന് ചുറ്റും. ആ വാതിലുകൾക്ക് അനവധി പേരുകൾ ഇട്ടിട്ടുണ്ട്. ആ പേരറിയണമെങ്കിൽ നിങ്ങൾ നെഹമ്യാവിന്റെ പുസ്തകം പഠിക്കണം. നെഹമ്യാവിന്റെ പുസ്തകം പഠിക്കുമ്പോൾ യെരുശലേമിന് ചുറ്റുമുള്ള വാതിലുകളുടെ പേരുണ്ട്. മീൻവാതിൽ, കുതിരവാതിൽ, കുപ്പവാതിൽ, ആട്ടുവാതിൽ, കിഴക്കേ വാതിൽ എന്നിത്യാദി വാതിലുകൾ യെരുശലേമിന് ചുറ്റുമുണ്ട്. എന്നാൽ AD 70 യെരുശലേം ദൈവാലയം തകർക്കപ്പെട്ട കൂട്ടത്തിൽ ആമൻ മതിലുകൾ അവർ കുപ്പക്കുന്നാക്കി. എന്നാൽ തുർക്കികൾ വന്ന്, തുർക്കിയുടെ സുൽത്താൻ വന്ന് യെരുശലേമിന്റെ മതിൽ മുഴുവൻ തവിട് പൊടിയാക്കി, സകലത്തിനെയും ഇടിച്ചു തകർത്തു. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. എന്താണെന്നറിയാമോ? എല്ലാ വാതിലും മതിലും തകർത്തെങ്കിൽ കിഴക്കേ വാതിൽ മാത്രം തകർക്കാൻ ദൈവം അനുവദിച്ചില്ല. അമ്മേ, നിങ്ങൾ ഇപ്പോൾ ആ വിഷയത്തിന് ഹല്ലേലൂയ പറയാത്തത് കൊണ്ടും ഇനി ഞാൻ അടുത്ത കാര്യം പറയുമ്പോൾ ഇപ്പൊ ഹല്ലേലൂയ പറഞ്ഞവർ അന്നേരവും മൗനമായിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം നിങ്ങൾ മൗനമായെങ്കിൽ അടുത്ത കാര്യം പറയുമ്പോഴും നിങ്ങൾ മൗനമായിരിക്കണം. യെരുശലേമിന്റെ എല്ലാ വാതിലും എല്ലാ മതിലും തകർത്തെങ്കിലും കിഴക്കേ വാതിൽ തകർക്കാൻ ദൈവം അനുവദിച്ചില്ല. എന്തോന്നറിയില്ല. എല്ലാ മതിലും വാതിലും തകർത്തു വന്നപ്പോൾ കിഴക്കേ വാതിലെത്തിയപ്പോൾ ഒരു പക്ഷെ സുൽത്താൻ പറഞ്ഞു കാണും, അത് പൊളിക്കണ്ട, അത് വിട്ടേക്കെന്ന് പറഞ്ഞു കാണും. അത് വിട്ടതല്ല, അത് പൊളിക്കാതെ ഇട്ടതല്ല, ദൈവം അനുവദിക്കാതിരുന്നതാണ്. എന്തിനാന്നൂടി പറയാം. അവൻ യേശുക്രിസ്തു ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകനാണ് ദാവീദ്. യെശയ്യാവാവട്ടെ 750 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷം മുമ്പ് യെശയ്യാവും 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദും ജീവിച്ചു. ദാവീദ് മശിഹയെ കുറിച്ചൊരു പ്രവചനം 24 കുറിച്ചു വെച്ചു. 1000 ആണ്ട് വാഴ്ചയ്ക്ക് അവൻ ഒലിവുമലയിൽ കാലിൽ ചവിട്ടി. അവൻ യെരുശലേമിന്റെ കിഴക്കേ വാതിൽ വഴി യെരുശലേമിനെ ഭരിക്കാൻ വരും. അങ്ങനെ ഒരു പ്രവചനം കിടക്കുന്നത് കൊണ്ട് ആ വാതിൽ അവിടെ വേണമെന്നുള്ളത് ദൈവത്തിന്റെ പ്രവചനത്തിന്റെ ദൂതാണ്. മനസ്സിലായില്ലല്ലേ? ആ വാതിൽ യേശു വരുമ്പോൾ ആ കിഴക്കേ വാതിൽ അവിടെ ഉണ്ടാകണമെന്ന് വിളിച്ച ദൈവത്തിന് പ്രധാനമാണ്. ആ വാതിലെ കുറിച്ചൊരു പ്രൊഫസി, ഒരു ദൂത് കിടപ്പുണ്ട്. ആ വാതിൽ അവിടെ കാണണം. ആയതുകൊണ്ട് എന്നെ പറ്റി രാജ്യങ്ങൾ മാറി മാറി വന്നു, അധികാരികൾ മാറി മാറി വന്നു, തകർക്കാനും പൊളിക്കാനും വന്നിട്ട് ആർക്കും അത് പൊളിക്കാൻ പറ്റാഞ്ഞത് ആ വാതിലെ കുറിച്ച് ഒരു വാഗ്ദത്തം ദൈവത്തിനുണ്ടായിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം ആ ഡോറിന്മേൽ ഉണ്ടായതുകൊണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തം ആ വാതിക്കൽ ഉണ്ടായതുകൊണ്ട് അതിനെ തകർക്കാൻ, അതിനെ പൊളിക്കാൻ, അതിനെ ഒതുക്കാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന്
ഇന്ന് അവൻ ഇവിടെ ഇരിക്കുന്ന ദൈവദാസിമാർ വളരെ ശ്രദ്ധയോടെ കേട്ടോ. ദൈവപൈതലെ, സുൽത്താന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, ഡൊമീഷ്യനും നീറോയ്ക്കും അധികാരമില്ലാഞ്ഞിട്ടല്ല അവരെന്നെ തകർക്കാഞ്ഞത്. ഇവരെല്ലാം തകർക്കാതെ പോയതിന്റെ ചരിത്രം മശിക വരുമ്പോൾ ഈ വാതിൽ അവിടെ ഉണ്ടാകണം. സ്വതന്ത്രം പറയാൻ പറ്റുമോ? എത്ര പേർക്ക് മനസ്സിലായി എന്നറിയില്ല. മശിക വരുമ്പോൾ ആ വാതിൽ അവിടെ കാണണമെന്നുള്ളത് പ്രവചനമായതുകൊണ്ട് ആർക്കും അത് തകർക്കാൻ കഴിയത്തില്ല. ഒരു ദൂത് കൂടി നീ കേട്ടോ. നീ ജീവനോടിരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ദൂതാണെങ്കിൽ ഒരു സുൽത്താനും നിന്നെ തൊടാൻ കഴിയത്തില്ല. നീ നിലനിൽക്കണമെന്നുള്ളത്, നീ ആയുസ്സോടെ നിൽക്കണമെന്നുള്ളത്, നിന്റെ കുടുംബം നിലനിൽക്കണമെന്നുള്ളത്, നിന്റെ തലമുറ നിലനിൽക്കണമെന്നുള്ളത് ദൈവത്തിന് അരുളപ്പാടുണ്ടെങ്കിൽ ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ കെട്ടുകൾ പൊട്ടുന്നു. നീയും നിന്റെ കുടുംബവും, നീയും നിന്റെ തലമുറയും, നീയും നിന്റെ സഭയും നിലനിൽക്കണമെന്നുള്ളത് ദൈവത്തിന്റെ അരുളപ്പാടാണെങ്കിൽ ഇന്ന് പകൽ ഒരന്ധകാരത്തിനു നിന്നെ പൂളിക്കാൻ ദൈവമൈതലേ, നിന്നെ തൊടാൻ കഴിയത്തില്ല, നിന്നെ പൊളിക്കാൻ കഴിയത്തില്ല. ഇത് അരുളപ്പാടാണ്. കിഴക്കേ വാതിൽ പൊളിക്കാതിരുന്നത്, തകർക്കാതിരുന്നത് ഭാവിയിൽ മനുഷ്യപുത്രനായ മശിക തമ്പുരാൻ അതിൽ കയറേണ്ടത്, അതുവഴി വരേണ്ടത് ആവശ്യമായതുകൊണ്ട് അത് പൊളിക്കാൻ. ഹല്ലേലൂയ. ഞാന് സ്തോത്രം ഒരൊറ്റ ദൂത് കൂടി നിങ്ങളോട് പറയുക. ഈ ദൂത് വ്യക്തിപരമായല്ല പറയുന്ന, കോമൺ ആയിട്ട് പറയുക. അവന്റെ സമയം വരെ നിങ്ങൾ ജീവനോടിരിക്കണമെന്നുള്ളത് എന്റെ തമ്പുരാന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണെങ്കിൽ ഒരധികാരിക്കും നിന്നെ പൊളിക്കാൻ കഴിയത്തില്ല, ഒരന്ധകാരത്തിന് നിന്നെ തോടാൻ കഴിയത്തില്ല. കാരണം അടി അന്യഭാഷ പറഞ്ഞ് ഇന്ന് പകല ദൂതേറ്റെടുക്ക്. അത് നിങ്ങളോടുള്ളത്. സഭ നിലനിൽക്കണമെന്നുള്ളത്, കുടുംബങ്ങൾ നിലനിൽക്കണമെന്നുള്ളത്, വ്യക്തികൾ നിലനിൽക്കണമെന്നുള്ളത് ദൈവത്തിന്റെ കരുണയാ. ഹല്ലേലൂയ. ഞാന് ഇന്ന് നിങ്ങളെ നോക്കി ആത്മാവില്ല ദൂത് പറയുന്നത്, നിങ്ങൾ നിലനിൽക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഗീതമാണെങ്കിൽ ഒരു ദുഷ്ടനും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. വചനം പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആ തടുക്കും, ഞാൻ പ്രവർത്തിക്കും, ആ തടുക്കും, ഞാൻ പ്രവർത്തിക്കും, ആ തടുക്കും. ജീസസ്. ഹല്ലേലൂയ. ഞാന് സഹോദരങ്ങളെ വളരെ വെള്ളം ചേർക്കാതെ, വെള്ളം കൂട്ടാതെ, ദൂതിനെ ഡൈലൂട്ട് ചെയ്യാതെ പച്ചക്കെന്ന് പറഞ്ഞോട്ടെ, ശവപ്പെട്ടിക്കകത്ത് നിന്നെയും നിന്റെ കുടുംബത്തെയും വെക്കണമായിരുന്നെങ്കിൽ എത്ര തവണ വെക്കണമായിരുന്നു. എന്നിട്ടും അതിന്റെ നടുവിൽ ആയുസ്സോടെ ഇന്നൊരു പ്രഭാതം ദൈവം നിർത്തിയെങ്കിൽ ദൈവത്തിന്റെ കരുണയല്ലേ, ദൈവത്തിന്റെ കരുണയല്ലേ, ദൈവത്തിന്റെ കരുണയല്ലേ. ഒറ്റ വീഴ്ച മതിയായിരുന്നല്ലോ, ഒരു വീഴ്ച മതിയായിരുന്നല്ലോ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. കർത്താവിന് സ്തോത്രം ചെയ്തേ. ഞാന് ഈ ചില വാർത്തകളൊക്കെ നമ്മുടെ മനസ്സിനെ തകർക്കും മക്കളെ. ആമേൻ. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച മീറ്റിംഗ് കഴിഞ്ഞപ്പോ നമ്മുടെ സുനിൽ ബേർ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നാളെ കോയമ്പത്തൂര് മോളടുത്തോട്ട് പോകുക, അത്യാവശ്യമായിട്ട് പോയേ പറ്റൂ. ഞാൻ ചെന്നൈ ഇത്ര അത്യാവശ്യമായിട്ട് പോകുന്നേ. അപ്പൊ അവര് പറഞ്ഞു, ആമേ തന്റെ 2 കുഞ്ഞുങ്ങളും കാരുണ്യയിൽ പഠിക്കുക കോയമ്പത്തൂര്. അവര് താമസിക്കുന്ന ക്യാമ്പസിൽ നിന്ന് കോളേജ് ക്യാമ്പസിലേക്ക് രാവിലെ നടന്നു പോകുക. കുഞ്ഞുങ്ങളെല്ലാം നടന്നു പോകുക. നിങ്ങൾക്കറിയാലോ ആ പെൺകുഞ്ഞുങ്ങളുടെ ഒക്കെ പ്രായം 18, 19 വയസ്സൊക്കെ ഉള്ളൂ. അവരിങ്ങനെ അടുത്ത ക്യാമ്പിലോട്ട് സ്കൂളിന്റെ ക്യാമ്പിലോട്ട് നടന്ന് ഒരുമിച്ച് പോകുക. ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോഴാ അവിടെ കൂട്ടത്തിൽ ഏറ്റവും പൊക്കവും ഏറ്റവും ആരോഗ്യമുള്ള ഒരു പെൺകുട്ടി കമന്നടിച്ച് വീഴുന്നു, പെട്ടെന്ന് വീഴുന്നു. ആരും മുന്തിയിട്ടതല്ല, ആരും തള്ളിയിട്ടതല്ല, നടന്നു പോകുന്ന പോക്കി പെട്ടെന്ന് വീഴുന്നു. അവിടെ കൂട്ടത്തിൽ നിന്ന്
വീഴുന്നത്. ആമൻ. ആ വീണ വീഴ്ചയിൽ നെറ്റിയടിച്ചു വീണു. ആമൻ. മൂക്കിന്റെ പാലമുടിഞ്ഞു, നെറ്റി പൊട്ടി. ദൈവമക്കളെ, സ്പോട്ടിൽ ഈ ലോകത്തൊന്നും മാറ്റപ്പെട്ടു. ആമൻ. പോകാൻ നേരത്തെ എന്നോട് പറഞ്ഞു, ആ കുഞ്ഞ് ഈ ലോകത്തൊന്ന് മാറ്റപ്പെട്ടു. കുഞ്ഞുങ്ങൾ എല്ലാം അവിടെയുണ്ട്. മോൾ ഇന്ന് വന്നിട്ടുണ്ട്. അവളുടെ കൂടെ പഠിക്കുന്ന സഹപാഠിയാണ് കേട്ടോ. ഞാനൊരു കാര്യം, അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീയും ഞാനും നിലനിൽക്കുന്നത് ഒരു വാഗ്ദത്തമുള്ളത് കൊണ്ടാ. ഒരു വാഗ്ദത്തമുള്ളത് കൊണ്ടാ. മനസ്സിലായവർ ആരാധിച്ചാൽ മതി, അത് തിരിച്ചറിയുന്നവർ ആരാധിച്ചാൽ മതി. നീ നിലനിൽക്കുന്നത്, നീ ജീവനോടെ ഇരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാ, ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ മഹത്വമാ. യെസ് 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 യെസ്. ഒന്നല്ല, 1000 പ്രാവശ്യം നിനക്കെതിരെ പിശാച് പോരാടിയെങ്കിലും ദൈവം ജീവനോടിരുത്തിയത് ദൈവത്തിന്റെ കരുണയല്ല. അമ്മേ, കർത്താവിന് സ്തോത്രം. എനിക്ക് ഓരോരുത്തരെ എടുത്തു പറയാം. നിങ്ങളുടെ പാസ്റ്റർ ഞാനല്ലേ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിനെതിരെ ഉണ്ടായ ഇൻസിഡന്റ് ഞാൻ ഇന്ന് പറഞ്ഞാൽ, നിങ്ങളെ സ്റ്റേജിൽ കയറ്റിയാൽ ഇന്ന് പ്രസംഗം നടക്കത്തില്ല, സാക്ഷ്യം ഉണ്ടാകത്തുള്ളൂ. എവിടെ ദീപന്റെ അതാണ്ടിരിക്കുന്നു. ആമൻ. ജോലിക്ക് വേണ്ടി ആമൻ വഴിയിലൂടെ നടന്നു പോയതാ. ആമൻ കാറ് വന്നിടിച്ച്, ആ ഇടിച്ച ഇടിയിൽ ആമൻ തെറിച്ച്, കാണക്കകത്ത് തെറിച്ച് താഴെ വീഴുമ്പോൾ, തലച്ചോറ് പൊട്ടിത്തെറിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് പിശാച് വിധി എഴുതിയിട്ട് ഇന്നിവിടെ ഇരുത്തിയത് ഒരു വാഗ്ദത്തമുള്ളത് കൊണ്ട് ആരോടക്കിയ ദൈവം പറയുന്നു, നീ തീരത്തില്ല, നീ തീരത്തില്ല, നീ ഉടയത്തില്ല, നീ അവസാനിക്കേ. ഇല്ല ഇല്ല, നീ തീരത്തില്ല, നീ ഉടയാൻ ദൈവം അനുവദിക്കത്തില്ല. ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് മകൾ അരുളപ്പാട് പറയുക. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ നുണ പറയുന്നവരല്ല, ഞങ്ങൾ കള്ളത്തരം പറയുന്നതല്ല. സാക്ഷ്യത്തിന് വേണ്ടി കൈയടിപ്പിച്ച് ആളുകളെ കൊണ്ട് ഹല്ലേലൂയ പറയിപ്പിക്കേണ്ട ഗതികേടില്ല. കാരണം വചനം പ്രസംഗിക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. അത് പ്രസംഗിക്കുമ്പോൾ ജനം ചലിച്ചുകൊള്ളും. പക്ഷെ ആളെ ഇളക്കാനല്ല, ഇത് ഞങ്ങളുടെ സാക്ഷ്യമാണ്. ആമേൻ ആമേൻ. വാതിലേ തല ഉയർത്തിപ്പിടിക്ക്, പണ്ടേ ഉള്ള കഥകെ ഉയർന്നിരിപ്പ്, മഹത്വത്തിന്റെ രാജാവ് ഇന്ന് മകൾ പ്രവേശിക്കട്ടെ. അമ്മേ, ജീവനോടിരുന്ന ദൈവത്തിന്റെ കരുണയാ. എനിക്ക് ഒത്തിരി പേരുണ്ട് ഇന്ന് നടക്ക്. ഇന്ന് സാക്ഷ്യത്തിന് കൊടുത്താൽ എല്ലാവരും ഈ സാക്ഷ്യം വെച്ച് അമ്മ യൂട്യൂബിലിട്ട് ആ സാക്ഷ്യം വൈറലാക്കിയ അതിന്റെ ആവശ്യം നമുക്ക് വേണ്ട. ഇവിടെ നടന്ന വിടുതൽ പറഞ്ഞാലുണ്ടല്ലോ, അറിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ഇന്ന് ചർച്ച വിട്ടു പോകത്തില്ല. അതിന് ഒരു ചെറിയ ദാണ്ടിരിക്കുന്നു അവിടെ പുറകിൽ. അജോ, ഓടി ഒന്ന് വാമോനെ, നിന്നൊക്കെ ഒന്ന് കാണട്ടെ. നീ ഇപ്പൊ വലിയ ശമ്പളക്കാരനാ, വലിയ എഞ്ചിനീയറാ, വീഗാർഡിലൊക്കെ വലിയ ജോലിക്കാരനാ. പക്ഷേ ഇവന്റെ കാര്യം അറിയാവുന്ന ഒരാൾ, ഒരു കുടുംബം ഇവിടെ ഉണ്ട്. ഷിബു എന്തേ? ഷിബു ഇവിടെ? ആ, അവിടെ ഉണ്ട്. ഷീൻസെൽസ് ബാക്കി ഇരിപ്പുണ്ട്. ഞാൻ എത്രാമത്തെ വയസ്സിലാണ് മോന്റെ വീട്ടിൽ വരുന്നേ? 12. അന്ന് ഷിബു വിളിച്ചെന്നെ വീട്ടിൽ കൊണ്ടുവരുമ്പോ മോന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് നടക്കാനൊന്നും വയ്യായിരുന്നു, കിടപ്പ് തന്നെയായിരുന്നു. കൈയും കാലും എല്ലാം നീര് വെച്ച് വളഞ്ഞ് ഒരുമാതിരി അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് പാസ്റ്റർ വരുന്നത്. പാസ്റ്റർ വന്ന് പറഞ്ഞു, ദൈവത്തിന് ഉപയോഗപ്പെടുത്താനുള്ളതാണ്, എന്തായാലും എഴുന്നേൽക്കും, പഠിക്കും, വലിയ നിലയിലെത്തും എന്നെല്ലാം പാസ്റ്റർ ദൂത് പറഞ്ഞതാണ്. ഇന്ന് അതേപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ദൈവനാമം. ഒരു കട്ടിലിനകത്ത്, ഒരു കട്ടിലിൽ അല്ലേ ഷിബോരെ? സാക്ഷിയല്ലേ? എന്നെ കൊണ്ടുപോകുന്ന നിങ്ങളല്ലേ? ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു കട്ടിലിനകത്ത് അവൻ കൈയെല്ലാം ചുരുണ്ട്, കാലെല്ലാം ചുരുണ്ട്, നടക്കാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ. പക്ഷെ അന്ന് ഞങ്ങൾ 3 പേരുണ്ട്. ഞാൻ ഷിബോരും ഷീനയും ഉണ്ട്. ഞങ്ങൾ മുട്ടുകുത്തി. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ്, ഈ ജീവശവമായി നടക്കാത്ത, കൈ ചലിക്കാത്ത, കാല് ചലിക്കാത്ത ഇവനോട് ദൂത് പറ. ഇവൻ പഠിക്കും, ഇവൻ ജോലി ചെയ്യും, ഇവൻ ഡിഗ്രി എടുക്കും,
ഞാൻ പറഞ്ഞു, മോനെ, ദൈവം നിന്നോട് പറയുന്നു, നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കും. താങ്ങിപ്പിടിച്ച കട്ടിലെ ഇരുത്തി അന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. തമിഴ്നാട്ടിൽ പോയി എന്താ പഠിച്ചേ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ അത് പഠിക്കുമ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എങ്ങനെ പഠിക്കാൻ പറ്റും, നിനക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ എന്തെങ്കിലും ഉയർത്തി ഇപ്പൊ ഒരു ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുവാണ് V-Guard. ഇപ്പൊ V-Guardൽ ഡിസൈൻ എഞ്ചിനീയറിംഗ് ആയിട്ട് വർക്ക് ചെയ്യാ. ഈ കരം ചലിക്കത്തില്ലായിരുന്നു, ഈ കാലുകൾ ചലിക്കത്തില്ലായിരുന്നു. ഇതാണ് സാക്ഷ്യം. ഇന്ന് മകൻ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് ജീവിക്കുന്നു. അവൻ നുണ പറയുന്നവനല്ല, അവൻ കള്ളം പറയുന്നവനല്ല. ഓ ശബലന, ഒരു ആത്മാവിന്റെ തീ കത്തട്ടെ, ഒരു ആത്മാവിന്റെ തീ കത്തട്ടെ, ആത്മാവിന്റെ തീ പിടിക്കട്ടെ. ഇന്ന് മകൾ ഇതിനകത്ത് ഹീലിംഗ് നടക്കാൻ പോകുക, ഇതിനകത്ത് ഹീലിംഗ് നടക്കാൻ പോകുക, ഇതിനകത്ത് സൗഖ്യം നടക്കാൻ പോകുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ യഹോവ, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവ, അവന് അസാധ്യമായി ഒന്നുമില്ല. ഞാൻ സകല ജനത്തിന്റെയും ദൈവമായ യഹോവയല്ലോ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവം. എന്റെ മുമ്പിൽ ഇരിക്കുന്ന യവനക്കാരെ മക്കളെ, അജനോട് പറഞ്ഞ അതേ പ്രോമിസ് ഇന്ന് മകൻ നിങ്ങളോട് പറയുക. നിങ്ങൾ ശക്തന്മാരാ, നിങ്ങളുടെ ദൈവം ശക്തന്മാരാ. നിങ്ങൾ സാധാരണയല്ല, ഇല്ല താഴ്ച പ്രാപിക്കില്ല. നിങ്ങളുടെ മേലെ ഒരു വാഗ്ദത്തമുണ്ട്, നിങ്ങളുടെ മേലെ ഒരു അരുളപ്പാടുണ്ട്. വിശ്വസിക്കുന്നവരാ മെമ്പറ. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇന്ന് ഈ മെസ്സേജ് ഇവിടെ പറയണമെന്ന് ദൈവം പറഞ്ഞെന്ന് എനിക്കറിയില്ല. അസാധ്യങ്ങളെ കാറ്റിൽ പറത്ത്. ഞാന് മക്കളെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയുന്നു. ഈ അപ്പുപ്പൻ താടി കാറ്റിൽ പറക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ അസാധ്യങ്ങളെ ഇന്ന് പറത്തിക്കള. അവൻ അസാധ്യങ്ങളെ, ആ നെഗറ്റീവിനെ ഇന്ന് മകൾ എടുത്തുകള. എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്ക്, ദൈവത്തിൽ ശരണം പ്രാപിക്ക്. ബൈബിൾ പറയുന്നത് അങ്ങനെയാ, ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു, ഞാൻ കുലുങ്ങി പോകാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. ഒന്ന് 24-ാം സങ്കീർത്തനത്തിന് ഒരു പ്രവചനം. വാതിലവിടെ നിൽക്കും, വാതിലവിടെ നിൽക്കും. ഒന്നുകൂടി ആമേൻ പറയാം. വാതിലവിടെ നിൽക്കും. നീ നിൽക്കണമെന്ന് ദൈവത്തിന് ചിന്ത ഉണ്ടോ? നീ നിൽക്കും. ആന്റി, അത് ദൂത. ആന്റിയെ ദൈവം നിർത്തണമെന്ന് ദൈവത്തിനുണ്ടെങ്കിൽ 10,000 കരങ്ങൾ നിനക്കെതിരാണെങ്കിലും അതിന്റെ നടുവിൽ എന്റെ അപ്പം നിർത്തും. അതാ ദൂത്, അതാ ദൂത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമുക്കൊരു ഇടയനുണ്ട്, നമുക്കൊരു അപ്പനുണ്ട്. നമുക്കാരുണ്ട്? നമുക്കൊരു ഇടയനുണ്ട്, നമുക്കൊരു അപ്പനുണ്ട്. അവൻ എന്റെ ഉടയവനാ. എന്റെ അകത്ത് ഈ വചനം അങ്ങ് വരുന്നുണ്ടെന്ന് പറഞ്ഞോട്ടെ. ഒരിക്കലേ കപ്പൽ ഉടയുന്നു, കപ്പലിനകത്തെ ചരക്കെല്ലാം വെള്ളത്തിലിടുന്നു, ആളുകളെല്ലാം അയ്യം വിളിക്കുന്നു, ശതാധിപന്റെ നിലം പോയി. എല്ലാവരും അന്തം വിടുമ്പോ ദാണ്ട് സ്ഥൂലിച്ച ശരീരമായി ക്ഷീണിച്ച ശരീരം കൊണ്ട് ഒരു മനുഷ്യനെ കപ്പലിന്റെ അടിത്തട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഈ കരയുന്നവരെ നോക്കി പറയാ, ഭയപ്പെടണ്ട, ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമായ എന്റെ ദൈവത്തിന്റെ ദൂതൻ എന്നോട് പറഞ്ഞു, പൗലോസേ ഭയപ്പെടണ്ട, നീ തകരത്തില്ല. ഇന്ന് പകൽ ഈ ദൈവസഭയെ നോക്കി ആത്മാവ് ഇടപെടുന്നു. നീ ഭയപ്പെടണ്ട, നീ തകരത്തില്ല, നീ ഉടയത്തില്ല, നീ തകരാ എന്റെ ദൈവം അനുവദിക്കയില്ല. ആ കരമൊന്ന് ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ. ആകൂല വേളകളിൽ ആശ്വാസം നൽകിയിടും ആകൂല വേളകളിൽ
ആശ്വാസം നൽകിയിടും എന്നറിഞ്ഞു നീ യേശുവെ നോക്കിയ എന്നാമില്ല നന്മ നൽകിയിടും എന്നറി യേശുവെ നോക്കിയ എന്നാമില്ല നന്മ നൽകിയിടും. ചേർന്ന് പറ. യേശു വിളിക്കുന്നു. അപ്പാ യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹ അപ്പാ കരങ്ങൾ നീട്ടി അടുത്തിരിക്കുന്ന വ്യക്തിയെ ഒന്ന് തൊട്ടുകൊണ്ടെന്ന് പറഞ്ഞേ. കണ്ണീരെല്ലാം തുടയ്ക്കും. കൺമണി പോലെ കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും. യേശുപ്പാ കൺമണി പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ യേശു വിളിക്കുന്നു. യേശു വിളിക്കുന്നു. സ്നേഹമോടെ കരങ്ങൾ യേശു സ്നേഹമോടെ കരങ്ങൾ യേശു വിളിക്കുന്നു. മതിൽ പൊളിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടോ മതിലിന്റെ കട്ടി കൊണ്ടോ വാതിലിന്റെ ഉറപ്പ് കൊണ്ടോ സുൽത്താൻ ഇട്ടിട്ട് പോയതല്ല. ആ വാതിൽ പടിയിൽ ഒരു വാക്തത്വം കിടപ്പുണ്ട്. എനിക്ക് ഇന്ന് സന്തോഷത്തോടെ ഈ പുസ്തകം നെഞ്ചത്ത് വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി പറയുക, വാക്തത്വം ഉണ്ടോ മക്കളെ? നിന്റെ കുഞ്ഞിനെ കുറിച്ചുണ്ടോ? നിന്റെ ഭർത്താവിനെ കുറിച്ചുണ്ടോ? നിന്റെ ഭാര്യയെ കുറിച്ചുണ്ടോ? നമ്മുടെ സഭയെ കുറിച്ചുണ്ടോ? ഒരു സുൽത്താനും പൊളിക്കാൻ കഴിയത്തില്ല. അതിന് വേണം ആമേൻ പറയാൻ. ആ ദൂതനെ വഹിച്ചു വേണം ആമേൻ പറയാൻ. കാരണം ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ എനിക്ക് വിലയേറിയവൻ, ഇവൻ എനിക്ക് മാന്യൻ, ഞാൻ അവനെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഒരു ദോഷവും അവന് തട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. അല്ലേ? ചില വാക്യമൊക്കെ എന്റെ അകത്തിങ്ങനെ കയറി വരുന്നു. പകൽ സൂര്യനെങ്കിലും, ബാക്കി നിങ്ങൾ പറ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ രണ്ട് ദൂത് മറിച്ചും തിരിച്ചും പറയാം. സൂര്യൻ ചിലരെ ബാധിക്കും, ചന്ദ്രൻ ചിലരെ ബാധിക്കും, പക്ഷെ നിന്നെ അത് ബാധിക്കത്തില്ല. നിന്റെ മേൽ അത് ബാധിക്കത്തില്ല. അതുകൊണ്ട് 91 സങ്കീർത്തനം പറയുന്നത്, ഒരു ബാധയും നിന്റെ കൂടാരത്തിന്റെ മേൽ അടുക്കയില്ല. ഒരു ബാധയും അടുക്കത്തില്ല. സന്തോഷത്തെ 2-3 പേരുടെ ഞാൻ ഈ പറയുന്നത് എന്താണെന്നറിയോ? ഇത് മുഴുവൻ പ്രവചനമാണ്. അടുത്തിരിക്കുന്ന ഒരു ബാധയും നിന്റെ മേൽ അടുക്കത്തില്ല എന്ന് പറഞ്ഞ് എല്ലാരും പറഞ്ഞ് ഒരു ബാധയും എന്ത് ചെയ്യത്തില്ല. ആമേ. ഒരു തമിഴ് പാട്ടുണ്ടറിയാമോ? ബാധ ഉണ്ണൻ കൂടാരത്ത് അടുക്കാത് മകനെ പൊല്ലാപ്പ്. അറിയാമോ? അറിയാതെ ഒന്ന് വന്ന് പാടി. ഈ വചനം അങ്ങ് കയറി വരുമ്പോൾ ആ വചനത്തോട് ചേർന്ന്
ആ രണ്ടുപേര് പാടുന്നത് ഒരു അനുഗ്രഹമാണ്, അങ്ങനെയല്ലേ? പാദവുന്നൻ കൂടാരത്തെ അടുക്കാത് മകനേ, നേരിടാത് മകനേ, പാദയുന്നൻ കൂടാരത്തിൽ അടുക്കാത് മകനേ, പൊല്ലാപ്പ് നേരിടാത് മകനേ. കൂടാരത്തിൽ അടുക്കാത്ത് മകനേ, പൊല്ലാപ്പ് നേരിടാതെ മകനേ. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ. ആട്ടുകുട്ടി രക്തത്തിനാൽ സാത്താനെ ജയിച്ചു വിട്ടോ, ആട്ടുകുട്ടി രക്തത്തിനാൽ സാത്താനെ ജയിച്ചു വിട്ടോ. ആവിയുണ്ട്, വസനമുണ്ട്, അഞ്ചാന വെற்றிയുമുണ്ട്. ഓ ആവിയുണ്ട്, വസനമുണ്ട്, അഞ്ചാന വെற்றிയുമുണ്ട്. പാതയുന്നൻ കൂടാരത്തിൽ അടുക്കാത്ത് മകനേ, പൊല്ലാപ്പ് നേരിടാതെ മകനേ, പാതയുന്നൻ കൂടാരത്തിൽ അടുക്കാത്ത് മകനേ, പൊല്ലാപ്പ് നേരിടാതെ മകനേ. ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാ നമ്മൾ ആനന്ദിക്കണ്ടേ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി നമ്മൾ ആനന്ദിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഒരു പാതയും അടുക്കത്തില്ല ദൈവവേദന. ഇത് പറയണം. ഒരു പാതയും എന്റെ കൂടാരത്തിൽ, ഒരു പൊല്ലാപ്പും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. യഹോവ എന്റെ പക്ഷത്തുണ്ട്. അടുത്ത വാക്യം, ഞാൻ കുലുങ്ങി പോവത്തില്ല. ഹല്ലേലൂയ. സൂര്യൻ ബാധിക്കില്ല, ചന്ദ്രൻ നിന്നെ ബാധിക്കത്തില്ല. ഒരു ഹല്ലേലൂയ പറ. അപ്പൊ ഒന്നാമത്തെ ദൂത്, കർത്താവ് 1000 ആണ്ട് വാഴാൻ വരുമ്പോൾ അതുവഴി വരും. അതുവഴി വരണമെങ്കിൽ ആ വാതിൽ കാണണ്ടേ, വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ആ വാതിൽ ഇന്നും കിഴക്കേ വാതിലുണ്ട്. സന്തോഷാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഉണ്ടാവും, നിങ്ങളുണ്ട്. നിങ്ങളെ ദൈവം നിർത്തും. ഒരാമേൻ പറ. ഇനി ആ വചനത്തിന്റെ രണ്ടാമത്തെ പ്രവചനം, യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു. ക്രൂശിൽ മരിച്ച കർത്താവിന്റെ ആത്മാവ് അവിടെ നിന്ന് പാതാള പർദീസയിലേക്ക് പോയി. പഴയ നിയമ വിശുദ്ധന്മാരോട് ഈ സുവിശേഷം അറിയിക്കേണ്ടത്, തന്നെ കുറിച്ച് പഠിപ്പിച്ച ആ ഹാനോക്ക് തുടങ്ങി, അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള ദൈവദാസന്മാരെല്ലാം എടുത്തു പറഞ്ഞ പ്രവാചക ശബ്ദം കുഞ്ഞാടിനെ കുറിച്ചും മസിയെ കുറിച്ചും. അവരെല്ലാം പാതാള പർദീസയിൽ വിശ്രമിക്കുമ്പോ യേശു കർത്താവിന്റെ ആത്മാവ് ക്രൂശിൽ നിന്ന് നേരെ പോയത് ഈ വിശുദ്ധന്മാരുടെ അടുക്കലേക്ക്. അങ്ങനെ കർത്താവ് ചെല്ലുമ്പോ
4000 വർഷങ്ങൾക്ക് മുമ്പ് തിരിയുന്ന അഗ്നി ജ്വാലയുടെ വാളുമായി ഇത് പർദീസയുടെ വാതിക്കൽ ഒരു ദൂതൻ നിപ്പുണ്ട്. ആര് കയറിയാലും വെട്ടും, ആര് കയറിയാലും വെട്ടും. ആദാമ്യ വർഗത്തെ പുറത്താക്കി അകത്തോട്ട് കയറി ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാതിരിപ്പാൻ കറങ്ങുന്ന അഗ്നി ജ്വാലയുടെ വാളുമായി പർദീസയുടെ വാതിക്കൽ ഒരു മാലാഖ നിൽക്കുന്നു. അതിനകത്തേക്ക് ഇനി ആര് കയറിയാലും അവന്റെ രക്തം വീഴും. ആ പർദീസക്കകത്ത് ഒരാൾ കയറിയാൽ അവന്റെ രക്തം താഴെ വീഴും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, രക്തം ചൊരിയാതെ എന്തില്ല, പാപത്തിന് വിമോചനമില്ല. ഈ പർദീസയിൽ അകത്തോട്ട് കയറി ജീവന്റെ വൃക്ഷത്തിന് ഫലം മാനവകുലത്തിന് കൊടുത്ത് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിച്ചാലും ജീവിക്കും എന്നുള്ള പ്രവചനം നിവർത്തിയാകാൻ ഈ പർദീസക്കകത്ത് കയറണം. പക്ഷെ ഒരു കാര്യം, അഗ്നി ജ്വാലയുടെ വാള് കറങ്ങുന്നത് നിൽക്കണം. ഗൊൽഗോഥയുടെ മലയിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ യേശു തമ്പുരാൻ ക്രൂശിക്കപ്പെട്ടപ്പോ പിതാവിന്റെ കോപത്തിന്റെ അഗ്നിയുടെ വാള് സ്റ്റോപ്പായി. എത്ര പേർക്ക് മനസ്സിലായെന്നറിയില്ല. ആ തിരിഞ്ഞുകൊണ്ടിരുന്ന അഗ്നി ജ്വാലയുടെ വാള് പുത്രനായ യേശു അതിനകത്ത് പ്രവേശിച്ചപ്പോൾ അവന്റെ ശരീരം കീറി മുറിക്കപ്പെട്ടപ്പോൾ അവൻ തന്നെത്താൻ യാഗമായപ്പോൾ ദൈവത്തിന്റെ കോപത്തിന്റെ വാള് കറക്കം നിന്നു. ആ പർദീസയിലേക്ക് യേശു കടന്നു ചെല്ലുമ്പോൾ കയ്യിൽ ഒരുത്തനുണ്ട്. അത് ക്രൂസിലെ ഒരു കള്ളനാ. ആ കള്ളനെയും കൊണ്ട് നേരെ പർദീസക്കകത്ത് ചെല്ലുമ്പോൾ തമ്പുരാന്റെ മുമ്പിൽ നിൽക്കുന്ന മാലാഖ വിളിച്ചു പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തല ഉയർത്തുവിൻ, പണ്ടേ ഉള്ള കഥകെ ഉയർന്നിരിപ്പിൻ. അപ്പോൾ ആ വാദിക്ക നിൽക്കുന്ന ദൂതൻ തിരിച്ചു വാദിക്കുന്നു, ആരാണവൻ, ആരാണ് ഈ വ്യക്തി? അപ്പൊ തിരിച്ചു മാലാഖ പറയുന്നു, മഹത്വത്തിന്റെ രാജാവ്. എനിക്കൊരു കാര്യം പറയാൻ സന്തോഷമുണ്ട്. യെരുശലേമിന്റെ തെരുവിൽ മരക്കുരിശെടുത്തു പോയപ്പോ തച്ചന്റെ മകനായവൻ ഇത് ക്രൂശിന്ന് പോകുന്നത് തച്ചന്റെ മകനായിട്ടല്ല, മഹത്വത്തിന്റെ രാജാവായിട്ട്. ഇന്ന് പകൽ ഈ ആലയത്തിൽ ഉലാത്തുന്നത് ആ മഹത്വത്തിന്റെ രാജാവാണ്. ചില കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടാൻ പോകുകയാ, ചില കെട്ടുകൾ ഇന്ന് പകൽ അഴിയുകയാ. അവൻ മഹത്വത്തിന്റെ രാജാവാണ്. അവൻ വരുന്നിടത്തൊരു മഹത്വമുണ്ട്. അവൻ സൈന്യങ്ങളുടെ കർത്താവാണ്. അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്. അവന്റെ പേരൊത്ര മഹത്വത്തിന്റെ രാജാവ്. എനിക്ക് ഇഷ്ടമുള്ളൊരു പേരൂടി പറയാം, സൈന്യങ്ങളുടെ യഹോവ. സന്തോഷമുണ്ടോ ദൈവമക്കളെ? ഒന്ന് കരമുയർത്തി പറഞ്ഞേ, നമ്മുടെ അപ്പന്റെ മറ്റൊരു പേരെന്നാ? അതിനൊരു ദൂത് പറയാം, എന്റെ അപ്പം വന്ന ഒറ്റക്ക് വരില്ല, ഒരു സൈന്യം അവന്റെ ചുറ്റുമുണ്ട്. ആരാണ് സൈന്യം? കോടാനുകോടി ലക്ഷോപലക്ഷം ദൂതഗണം അവന്റെ സൈന്യമാണ്. സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. പക്ഷെ എന്റെ കർത്താവാരാ? അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്. ഇന്ന് പകൽ ഡെലിവറൻസ് ചർച്ചിനകത്ത് അവൻ വന്നിട്ടുണ്ട്. അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ സൈന്യം ഈ പട്ടണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, ഈ ദേശത്ത് ഇറങ്ങിയിട്ടുണ്ട്. മുറിക്കേണ്ടതിന് മുറിക്കാൻ, അറുക്കേണ്ടതിന് അറുക്കാൻ, നിർമൂലമാക്കാൻ ആരോടൊക്കെ ദൈവം പറയുന്നു, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ ഭവനത്തിന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന സകല അന്ധകാര ശക്തികളെയും ഇന്ന് പകൽ താറുമാറാക്കാം. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, സന്തോഷമുള്ള ഒരു കാര്യമാണ് പറയുന്നേ. യേശു കർത്താവ് ക്രൂശിൽ രക്തം ചൊരിഞ്ഞു. ആ രക്തം ചൊരിഞ്ഞ കർത്താവ് നേരെ പോയത് പർദീസയിലേക്കാണ്. മക്കളെ, നിങ്ങൾ പഠിച്ചിരിക്കാൻ വേണ്ടി പറയാ, ഓർത്തിരിക്കാൻ വേണ്ടി പറയാ, മറക്കല്ലേ. യേശു ക്രിസ്തുവിന്റെ രക്തം ക്രൂശിൽ നിന്നും ഒഴുകി ഇറങ്ങിയത് 4 സ്ഥലത്തോട്ടാ. എവിടെയാ? മറക്കുവോ? ഇല്ല.
യേശുവിന്റെ രക്തം ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകി ഇറങ്ങിയത് 4 സ്ഥലത്തേക്കാണ്. ഒന്ന്, ദാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പഴയ നിയമ വിശുദ്ധന്മാരെ വിടുവിക്കേണ്ടതിന് സെക്കരിയ പ്രവചനം പറയുന്നു. ബദ്ധന്മാരെ വിടുവിക്കേണ്ടതിന് യേശുവിന്റെ വിലയേറിയ രക്തം പാതാള പറുദീസയിലേക്ക് ഒഴുകി. അപ്പൊ രക്തമാണ് അവരെ വിടുവിച്ചത്. ആമേൻ. രണ്ടാമത് ചോര ഒഴുകി ഇറങ്ങിയത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാ, കൃപായുഗത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന്. ഒരു ഹല്ലേലൂയ പറ. അയ്യോ, അതിന് ഇത്ര സ്തോത്രമേ ഉള്ളൂ. മക്കളെ, നമ്മൾ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത് ആ രക്തത്തിന്റെ വിലയാ. സ്തോത്രം. ആ പുണ്യഹ രക്തത്തിന്റെ വിടുതലാണ് നാം ഇന്നിവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് പത്രോസ് പറയുന്നത് വിലയേറിയ രക്തം. എങ്ങനെയുള്ള രക്തമാ? അപ്പൊ ഒന്ന്, ആ രക്തം എവിടേക്ക് ഒഴുകി? പറ. പാതാള പറുദീസയിലേക്ക്. അതിന് റെഫറൻസ് വേണമെങ്കിൽ തരാം, സെക്കരിയ പ്രവചനത്തിലുണ്ട്. എന്റെ സബ്ജക്റ്റ് അതല്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. വേണമെങ്കിൽ റെഫറൻസ് തരാം. 2, ആ രക്തം എവിടേക്ക് ഒഴുകി? കൃപായുഗത്തിലെ നമ്മെ വിടുവിക്കേണ്ടതിന്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത്, ആമേൻ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിച്ചു. 3, ഈ രക്തം ഒഴുകിയത് പറയുമ്പോൾ ഇത്തിരി സങ്കടമാണ്. ഈ രക്തം ക്രൂശിൽ നിന്ന് ഒഴുകിയത് എവിടേക്കാന്നറിയോ മക്കളെ? യേശുവിനെ ക്രൂശിക്കാൻ പീലാത്തോസിന്റെ കട്ടളത്തിൽ ഒരു കൂട്ടർ വിളിച്ചു പറഞ്ഞു, ഇവന്റെ രക്തം പറ ഞങ്ങളുടെ മേലും. 3, ആ രക്തം ഒഴുകിയത് ന്യായവിധിക്ക് വേണ്ടിയാ. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറ. അത് രക്തത്തിൽ അതൊക്കെ ചെയ്യാൻ പറ്റും. രക്തം അത് ചെയ്യും. 3 രക്തം ഒഴുകിയത് ന്യായവിധിക്ക് വേണ്ടിയാ. ന്യായവിധിക്ക് വേണ്ടി യഹൂദനെ ന്യായവിധിക്ക് ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങളല്ലേ മക്കളെ, പഠിച്ചിട്ടില്ലേ? ലക്ഷങ്ങളല്ലേ സോപ്പ് കമ്പനിയിൽ യഹൂദന്റെ ശരീരം മിഷിനകത്ത് കയറ്റി അവന്റെ മജ്ജയും മാംസം എടുത്ത് സോപ്പ് കമ്പനി ഉണ്ടാക്കിയില്ലേ? അല്ലേ? സോപ്പ് കമ്പനി ഉണ്ടാക്കി. ആ സോപ്പിന് പേരും വന്ന് യഹൂദന്റെ സോപ്പ്. 1, 2 വല്ല ലക്ഷങ്ങൾ ഒറ്റ പറച്ചില ആ രക്തം ഇങ്ങോട്ട് വീടോട്ടെന്ന്. ഒരു അല്ലിൽ നിന്ന് പറഞ്ഞേ, ഞാൻ ഇതിനകത്തുനിന്ന് ഇന്ന് വരെ പ്രസംഗിക്കാത്തൊരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കൂട്ടർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ മേലും മക്കളുടെ മേലും വീഴട്ടെ. ഇത് പറഞ്ഞ തമ്പുരാൻ യെരുശലേമിന്റെ തെരുവിൽ നിന്നുകൊണ്ട് യെരുശലേം പുത്രിമാരോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരഞ്ഞു. ഒരു കൂട്ടർ ചോദിച്ച് മേടിച്ചിട്ടുണ്ട്, ഈ രക്തം അവന്മാരുടെ മാത്രമല്ല ഇവന്മാരുടെ മക്കളുടെ മേൽ വീഴാൻ അത് അസ്ത്രം പോലെ വരും. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. തലമുറയുടെ മേൽ ഈ രക്തം ന്യായവിധിക്ക് വേണ്ടി വരണമെന്ന് പിതാക്കന്മാർ ചോദിച്ചു മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെ, തലമുറയ്ക്ക് വേണ്ടി കരയാൻ യെരുശലേം പുത്രിമാരോട് ആഹ്വാനം ചെയ്തു. ഇപ്പൊ 3 പറഞ്ഞു അല്ലേ? രക്തം എവിടേക്കൊക്കെ പോയത്? 1, പാതാള പറുദീസയിലേക്ക്. 2, കൃപായുഗത്തിൽ നമ്മെ വിടുവിപ്പാൻ. 3, ന്യായവിധിക്കാൻ. ഇനി 4, ഈ രക്തം എന്ത് ചെയ്തു? രക്തം എവിടേക്ക് പോയി? ഞാന് പറഞ്ഞങ്ങ് വിടാം. മഹാപുരോഹിതൻ സ്വന്തം പാപത്തിന് യാഗം കഴിച്ചതിന് ശേഷം ഈ യാഗം കഴിക്കുന്ന ആടിന്റെ രക്തം അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി തളിക്കും. അതുപോലെ കുഞ്ഞാടാകുന്ന ക്രിസ്തുവിന്റെ രക്തം ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ തളിക്കപ്പെട്ടു. മനസ്സിലായില്ലല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണേ. ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ അവൻ ഈ രക്തം കൊണ്ടുപോയി തളിച്ചപ്പോ ആ രക്തത്തിനകത്ത് നിന്റെ പേരുണ്ട്. നിനക്കും വേണ്ടിയാണ് ആ രക്തം തളിച്ചത്. അതുകൊണ്ട് അധൈര്യപ്പെടരുത്. പൗലോസ് പറയുന്നു, പൗലോസിന്റെ ഭാഷയത, അതുകൊണ്ട് അധൈര്യപ്പെടരുത്, നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പീ.
അതറിയപ്പെട്ടു പോകരുത്. ഈ രക്തം 4 സ്ഥലത്തേക്ക് ഒഴുകി. നമ്മുടെ വിഷയം അതല്ല. തിരിച്ചു വരാം. 24-ാം സങ്കീർത്തനത്തിന്റെ ഒരു ദൂത് ഈ പർദീസയുടെയാണ്. ഇനി നമുക്ക് 23, 22 വരാം അല്ലേ? തിരിച്ചു വരാം. ഞാൻ ഇത്ര നേരം പറഞ്ഞത് ആ സങ്കീർത്തനത്തിന്റെ ഒരു ആമുഖമാണ്. ഇനിയാണ് നമ്മൾ പ്രധാന ദൂതിലോട്ട് വരുന്നത്. വായിക്കാം 22. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു. നിങ്ങള് 22-ാം സങ്കീർത്തനം എവിടെയെങ്കിലും കേട്ടതായിട്ടൊരു പരിചയമുണ്ടോ? ക്രൂസിൽ കിടന്നു കർത്താവ്. എവിടെ മക്കളെ? ക്രൂസിൽ കിടന്ന് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഏത്? 22-ാം സങ്കീർത്തനം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകൻ ക്രൂസ് മരണം കണ്ടിട്ട് ദാവീദ് പ്രവചിച്ചു വെച്ചു, ക്രൂസിലെ യേശുവിന്റെ നിലവിളി എന്താ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? നീ എന്നെ കൈവിട്ടതെന്ത്? യേശു കർത്താവിന്റെ ക്രൂസിലെ 7 മൊഴി, അത് 7 അറിയാവുന്നവർ ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. 22-ാം സങ്കീർത്തനം 1-ാം വാക്യം അറിയാവുന്ന ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അതും അറിയത്തില്ല. ഞാൻ 7 ചോദിച്ചു, 7 അറിയില്ലെന്ന് പറഞ്ഞു. അതിൽ ഒന്നാണ് 22-ാം സങ്കീർത്തനം. അതെങ്കിലും അറിയാവുന്ന ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. യേശുവിന്റെ എത്ര മൊഴിയാ മക്കളെ? 7 മൊഴി. എത്ര അവകാശവാദങ്ങളാ? 7 മൊഴിയും. ഞാൻ പറയുമ്പോ കൂടെ പറയുമായിരിക്കും, ഞാൻ ജീവന്റെ അപ്പൊ ഞാൻ സാക്ഷാൽ, ഞാൻ തന്നെ വഴി സത്യവും, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനും. അപ്പൊ ഇപ്പൊ ഓർക്കുന്നുണ്ടല്ലേ? ആരെങ്കിലും ഒന്ന് തള്ളിത്തരാനുണ്ടെങ്കിൽ ഏല വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മേ അങ്ങനെയല്ല പറയണം, ചാടി പറയണം, വചനം അങ്ങ് അകത്തോട്ട് കയറണം. സ്തോത്രം. അപ്പൊ തിരിച്ചു വരാം. അപ്പൊ എത്രയുണ്ട് മക്കളെ? യേശുവിനെ എത്ര മൊഴിയാ? 7 മൊഴിയാ. ഒന്ന് എഴുതിക്കോ. ഇനി ആര് വന്ന് ചോദിച്ചാലും, ഇനി ആരെങ്കിലും എന്നെ കൂടാതെ വേറെ ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്ന എനിക്കാ നാണക്കേട്. അതുകൊണ്ട് ചാടിക്കേറി പറയണം. കുറിച്ചെടുത്തോ. ലൂക്കോസിന്റെ സുവിശേഷത്തിലുണ്ട് 23:43. വേഗം എടുത്ത് എഴുതിക്കോ. കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാരും ബൈബിളിൽ നോട്ട് ചെയ്ത് വെച്ചോ. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ലൂക്കോസ് 23:34. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് എന്ത് ചെയ്യണേ? ക്ഷമിക്കണമേ. അതാണ് 1-ാമത്തെ മൊഴി. 2-ാമത്തെ മൊഴിയാണ് 23:43. നീ എന്നോടുകൂടെ എന്തിരിക്കും? പർദീസയിലിരിക്കും. യോഹന്നാൻ 19:27. ഇതാ നിന്റെ അമ്മ. അടുത്തത്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. അപ്പൊ അതാണ് 3-ാമത്തെ മൊഴി. ഇനി 4-ാമത്തെ മൊഴി മർക്കോസ് 15:34. റെഫറൻസ് എഴുതിയാൽ മതി. മർക്കോസ് 15. 9-ാം മണി നേരത്ത് യേശു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥമുള്ള എലോഹീം ലമ്മാ ശബത്താനി എന്ന അത്യുച്ചത്തിൽ നിലവിളി. യോഹന്നാൻ 19:28. 5-ാമത്തെ. അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുമെന്നും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ 19:30. 6-ാമത്തെ തിരുവെഴുത്ത്. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞു. സകലവും നിവൃത്തിയായി. ഇതാണ് ആമേൻ 6-ാമത്തെ ആമേൻ മൊഴി. ഇനി ഒടുവിലത്തെ 7-ാമത്തത് ആമേൻ 19:30. യോഹന്നാൻ. യേശു താഴ്ത്തോട്ട് വായിച്ചു. അന്ന് ഒരുക്കുനാൾ. അത് തന്നെ 19:30 തന്നെ. യോഹന്നാൻ. യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു. സകലതും നിവൃത്തിയായി എന്ന് പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങൾ എന്ത് ചെയ്യുന്നു? പരമേൽപ്പിക്കുന്നു. അവൻ 7 മൊഴികൾ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞു. എന്റെ ഓർമ്മയിലുള്ളത് ഓടിച്ച് ഞാനിങ്ങ് പറയാം. പ്രൈസ് ദി ലോർഡ്. ഇനി
നിങ്ങളോട് അടുത്ത ചോദ്യം, നിങ്ങൾ കുറിച്ചില്ലേ ഇതിൽ എത്രാമത്തെ മൊഴിയാ 22-ാം സങ്കീർത്തനം? എഴുതിയോ, നോക്കിയോ? എത്ര മക്കളെ? 4-ാമത്തെ മൊഴി. ശരിയാണോ? എഴുതിയോ? 4-ാമത്തെ മൊഴി. 4-ാമത്തെ മൊഴി കഴിഞ്ഞ് 5-ാമത്തെ മൊഴി എന്നാ? എനിക്ക് ദാഹിക്കുന്നു. ഇനി നിങ്ങൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് കുറിച്ചു വെക്കുക. 7 മൊഴി. എത്ര മൊഴി? 7 മൊഴി. മക്കളെ മറക്കരുത് കേട്ടോ. സൺഡേ സ്കൂളിൽ ഇത് പഠിപ്പിക്കത്തില്ല, സൺഡേ സ്കൂളിൽ കിട്ടത്തില്ല, അതാ ഇങ്ങനെ പറയുന്നത്. 7 മൊഴി. 7 മൊഴിയെ 3 ഭാഗമായിട്ട് തിരിക്കുന്നു. 7 മൊഴിയെ 3 ഭാഗം. കുറിച്ചോ? 7 മൊഴിയെ 3 ഭാഗമായിട്ട് തിരിക്കുന്നു. ആദ്യത്തെ 3 ക്രൂശിൽ ഇരുട്ടുണ്ടാകുന്നതിന് മുൻപ് ക്രൂശിൽ ഇരുട്ടുണ്ടായപ്പോ 1 മൊഴി, അതാണ് 4-ാമത്തെ മൊഴി. വീണ്ടും വെളിച്ചം വന്നു. വെളിച്ചം വന്നപ്പോൾ ഒടുവിലത്തെ 3 മൊഴി. ഇപ്പൊ എത്രയായി? 7. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വിശ്വസിക്കേ, വെളിച്ചത്ത് വെച്ച് 6 മൊഴി, ഇരുട്ടിൽ വെച്ച് 1 മൊഴി. 6-ാം മണി മുതൽ 9-ാം മണി വരെ ദേശത്തെങ്കിലും ഇരുട്ടുണ്ടായി. ആ ഇരുട്ടിൽ വെച്ച് യേശു പറഞ്ഞ ഒറ്റ മൊഴി, 1 മൊഴി. എത്ര മോനെ? 4-ാമത്തെ മൊഴിയാ. അങ്ങനെയാണെങ്കിൽ വെളിച്ചം വന്നപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, ഞാനെങ്കിൽ വിവരിക്കാം. 7 മൊഴികളിൽ 4-ാമത്തെ മൊഴിയായിരുന്നു ഏലി ഏലി ലമ്മാ സബക്താനി. താഴ്ത്തോട്ട് നോക്കിയപ്പോൾ പ്രസവിച്ച അമ്മയില്ല. തൊട്ടടുത്ത് നോക്കിയപ്പോ മാറി ചാരിക്കുന്ന യോഹന്നാനില്ല. ഇപ്പുറത്ത് നോക്കിയപ്പോ തള്ളിപ്പറഞ്ഞ കള്ളനില്ല. ഇവിടെ നോക്കിയപ്പോ ഏറ്റെടുത്ത കള്ളനെയും കാണാനില്ല. മുകളിലേക്ക് നോക്കിയപ്പോൾ അഴച്ച പിതാവിനെയും കാണാനില്ല. മുഖം പൊത്തിക്കളഞ്ഞു. മുകളിൽ പിതാവില്ല, താഴെ ജഡപ്രകാരമുള്ള അമ്മയില്ല, മാർവി ചാരിക്കുന്ന യോഹന്നാനില്ല, എടമ്പലങ്ങളുടെ കള്ളനെ കാണാനില്ല. തലക്ക് ചുറ്റും ഇരുട്ട് വ്യാപരിച്ചപ്പോൾ മനുഷ്യപുത്രനായി അവതരിച്ച തമ്പുരാൻ അറിയാതെ ചോദിച്ചു, എന്നെ കൈവിട്ടോ കർത്താവേ? ഇന്ന് പകൽ ഒരു ദൂത് ഇതിനകത്തിരിക്കുന്ന ആരോടോ പറയുന്നു, എല്ലാവരാലും ഒറ്റപ്പെട്ട് നീ നിൽക്കുന്നതിന്റെ ചുറ്റും ഇരുട്ട് വ്യാപരിക്കുമ്പോൾ, ആരുമില്ല എന്നുള്ള തോന്നൽ നിനക്കുണ്ടാകുമ്പോൾ, എല്ലാവരാലും കൈവിടപ്പെട്ടു എന്ന് തോന്നിയ ആരോ ഇന്ന് പകൽ ഈ ആരാധനാലയത്തിലുണ്ട്. നിന്നോടാണ് ദൂത്. ഒരു വെള്ളിയാഴ്ച കൈവിട്ടു എന്ന് തോന്നാം, ഒരു ശനിയാഴ്ച കൈവിട്ടെന്ന് തോന്നാം. എന്നാൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമായ ഒരു ഞായറാഴ്ച ദൈവം ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നീ കരഞ്ഞതിന്റെ മറുപടി ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഉയർപ്പിന്റെ ദിനത്തിൽ, ഉയർപ്പിന്റെ ശക്തിയിൽ ദൈവം നിനക്ക് മടക്കി തരും. അത് വിശ്വസിക്കുന്നവർ ആമേൻ പറ. വെള്ളിയാഴ്ച കരഞ്ഞ നിന്നോട്, വെള്ളിയാഴ്ച അലമുറയിട്ട് കരഞ്ഞ നിന്നോട് അടുത്തരുളപ്പാട് ഒരു വെള്ളിയാഴ്ച കൊണ്ട് തീരത്തില്ല, ഒരു വെള്ളിയാഴ്ച കൊണ്ട് ലോകം അവസാനിക്കത്തില്ല. എന്റെ ദൈവമേ, എന്നെ നീ കൈവിട്ടോ എന്ന് ചോദിച്ച നിങ്ങളോട് അരുളപ്പാട് പറയുന്നു, കുഞ്ഞേ, ആര് കൈവിട്ടാലും എനിക്ക് നിന്നെ കൈവിടാൻ കഴിയത്തില്ല. കാരണം ബൈബിൾ പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. എബ്രായർ 13:5. അതാ ഞാൻ ഇപ്പൊ പറഞ്ഞത്. ആര് കൈവിട്ടാലും തമ്പുരാന് നിങ്ങളെ കൈവിടാൻ കഴിയത്തില്ല. അവൻ ഈ ദൂത് മക്കളെ എനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇതിനകത്തുനിന്ന് കുറച്ച് കാര്യം കൂടി സന്തോഷത്തോടെ എനിക്ക് പറയാം. മക്കളെ ഞാൻ ഒന്ന് ചോദിക്കാം, നിങ്ങള് ഈ വചനം പഠിക്കുന്നതുകൊണ്ടാ ചോദിക്കുന്നേ, പെസഹ പെരുന്നാളിന്റെ അന്നല്ലേ റോബിൻസൺ ഭാഷേ യേശു അപ്പം എടുത്ത് വാഴ്ത്തുന്നേ? ആണോ ഇല്ലയോ? ആണല്ലോ. അന്നല്ലേ അവൻ വീഞ്ഞ് നുകരുന്നേ? ആണോ ഇല്ലയോ? പറ. അതെ, അന്ന് വീഞ്ഞ് നുകർന്ന യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കോളം എന്തു വരത്തില്ല?
മുദ്രയുടെ ഫലം അനുഭവിക്കില്ല. വീഞ്ഞ് കുടിക്കുകയില്ല. കുടിക്കത്തില്ല. നിങ്ങളുടെ വായിന്ന് കേൾക്കാനാ ഞാൻ ഇരിക്കുന്നത്. അത് ആയുസ്സിലുണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒന്നറിയാമെങ്കിൽ പറ, ഞാനല്ലേ പ്രസംഗിക്കുന്നത്. സ്വത്രം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവോളം ഇനി ഞാൻ എന്ത് നുവരില്ല? വീഞ്ഞ് നുവരില്ല. അങ്ങനെയാണെങ്കിൽ പെസക പെരുന്നാള് വ്യാഴാഴ്ച, ഇത് വെള്ളി, ശനി അല്ലേ? ഈ ദിവസങ്ങൾ കഴിഞ്ഞ് ഞായറാഴ്ചയല്ല ഉയർപ്പ്. ആ പെസകായുടെ ദിവസം ആ മാളിക മുറി വെച്ച് വീഞ്ഞ് നുകർന്ന കർത്താവ് ഒരിറ്റ് വെള്ളം നാവെ തൊട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ശരീരത്തൊന്ന് ചോര വാർന്നു പോയാൽ, രക്തവും വെള്ളവും പോയാൽ, അവൻ അറിയാതെ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമാ, ഒരിച്ചിരി വെള്ളം, ശരി വെള്ളം, ശരി വെള്ളം. ഗതസം മുതലിട്ട് അടിക്കുക തങ്കച്ചേട്ടാ, ഗതസം മുതലിട്ട് അടിക്കുക തമ്പുരാനെ. അടിച്ച് ശരീരത്തുനിന്ന് മാംസങ്ങൾ തെറിച്ചിട്ടും എന്റെ കർത്താവ് വെള്ളം ചോദിച്ചില്ല. ചോദിച്ചോ? ഇല്ലല്ലോ. പക്ഷെ ആ ഇരുട്ടുണ്ടായില്ലേ ക്രൂസിൽ, ആ ഇരുട്ടിൽ നിന്നും വെളിച്ചം ഉണ്ടായപ്പോൾ യേശു പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടികൊണ്ടപ്പോഴല്ല യേശു ടയേർഡായത്, കുരിശെടുത്തപ്പോഴുമല്ല യേശു ടയേർഡായത്. ആ ഇരുട്ടുണ്ടായില്ലേ, ആ ഇരുട്ടിലാണ് യേശുവിന് മല്ലയുദ്ധം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ ഞാൻ ദൈവത്തോട് ചോദിച്ച, കർത്താവേ ആ ഇരുട്ടിൽ എന്താ സംഭവിച്ചത്? കർത്താവ് പറഞ്ഞു, ആ ഇരുട്ടിൽ വെച്ചാണ് ഇരുട്ടിന്റെ അധികാരിയായ പിശാചിനെ എന്റെ കാൽ കീഴിൽ ഞാൻ ചതച്ചു കളഞ്ഞത്. ആ ഇരുട്ടിന്റെ ശക്തിയെ ഞാൻ ഇരുട്ടിൽ ന്യായവിധി നടത്തി. ഇന്ന് രാത്രി ഇരുട്ടിന്റെ വ്യാപാരത്തെ ന്യായവിധി നടത്തി ഒരു യേശുവിനെ ആരാധിക്കും. ദൈവത്തിനും മഹത്വം. ആമേൻ, ആമേൻ. ദൈവദാസന്മാരെ, ആ ഇരുട്ടിൽ വെച്ചാണ് ഇരുട്ടിന്റെ അധികാരിയായ പിശാചിനെ കർത്താവ് നേരിട്ടത്, ആയുധവർഗം വെപ്പിച്ചത്. ഇനി ദൈവസഭ അറിയാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ആ ഇരുട്ടിൽ വെച്ച് സംഭവിച്ച ഒരു ദൂത് പറയാം. അത് മറ്റാരും എഴുതിയിട്ടില്ല. അത് എഴുതിയത് പൗലോസിലേഖയാണ്. കൊരിന്ത സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആ ഇരുട്ടിൽ വെച്ച് സംഭവിച്ചത് പൗലോസ് വിളിച്ചു പറഞ്ഞു. കേൾക്കണോ? ആ ഇരുട്ടിൽ സംഭവിച്ചത് എന്താന്ന് പൗലോസ് പറയുന്നു, ഹേ മരണമേ, മരണമേ നിന്റെ. ആ ഇരുട്ടിൽ വെച്ച് യേശു അവന്റെ ആയുധവർഗം എപ്പിച്ചിട്ട് അവനെ നോക്കി വെല്ലുവിളിച്ചു പറഞ്ഞു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ എന്നേക്കും അവൻ അഥവാ താളത്തിലേക്ക് തട്ടി അവന്റെ ആയുധവർഗം പിടിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ഈ യേശു വിളിച്ചു പറഞ്ഞു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളത് എവിടെ? ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വേഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അടുത്തത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന, നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം പറ. ആ ഇരുട്ടിൽ വെച്ചാണ് നമുക്ക് ജയം കിട്ടിയത്. ആ ഇരുട്ടിലാണ് അവന്റെ തല തകർത്തത്. ആ ഇരുട്ടിന്റെ ശക്തിയെ ന്യായവിധി നടത്തിയത്. ആ ഇരുട്ടിൽ വെച്ചാണ്. ഒരു ഹല്ലേലൂയ പറ. പാതാളമേ മരണമേ നിന്നൂടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീളം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. പാതാളമേ മരണമേ നിന്നൂടെ ജയമെവിടെ? കുഞ്ഞാട്ടിൻ നീളം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോ. ചേർന്ന് ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താണവർക്കെന്നൂടെ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താണവർക്കെന്നൂടെ.
വികലമാ ചെങ്കടാലും വിശ്രമ സൈന്യനിരയും ഭീഷണിയാ മുൻപും പിൻപും ഭീതിപ്പെടും തീടുമ്പോ വികലമാ ചെങ്കടാലും വിശ്രമ സൈന്യനിരയും ഭീഷണിയാ മുൻപും പിൻപും ഭീതിപ്പെടും. കുഞ്ഞുങ്ങൾ ചേർന്ന് പറഞ്ഞേ, ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. രാജനായി സേനയിൽ വീരനായി അഭയം താനാമത്തിൽ. ഓ ഓ രാജനായി സേനയിൽ വീരനായി അഭയം താനാമർക്കുന്നു. ശക്തരായ രാജാക്കളാ സിംഹോ സംഘമില്ല ഭീതിവേണ്ട ശക്തം നിന്ന ഏകന്ത. ശക്തരായ രാജാക്കളാ സിംഹോനും വന്ന സംഘമില്ല ഭീതിവേണ്ട ശക്തം നിന്ന ചേർന്ന് ജയത്തിൻ ഘോഷം എന്നും പുതുഗീതം. രാജനായി സേനയിൽ വീരനായി അഭയം താനാവർക്കെന്നുമേ. രാജനായി സേനയിൽ വീരനായി അഭയം താനാവർക്കെന്നുമേ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദിമേലെ താവിയുകില്ല. അഗ്നിയാതിൽ നാലാമണ്ട ആഴിമേ നടക്കൊണ്ടതാ. അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്നെ കാവിയുകില്ല. അഗ്നിയാതിൽ നാലാമണ്ട ആഴിമേ നട. സഭ ചേർന്ന് പറഞ്ഞേ, ജയത്തിൻ ഘോഷം പാതാളമേ മടനമേ നിന്നൂടെ ചെയ്യാമേ. സഭ ചേർന്ന് പറഞ്ഞേ, ഭക്തർക്ക് സംഹാരകൻ കാണും. ഇന്ന് പകൽ വിശ്വാസമാണ്. മരണമേ നിന്നൂടെ ചെയ്യാമേ. കുഞ്ഞാത്തിൻ നീളം ഒട്ടകൻ ഭക്തർക്ക് സംഹാരകൻ. ജയത്തിൻ ഘോഷം അഭയം താനാവർക്കുന്നു. രാജനായി സേനയിൽ വീരനായി അഭയം താനാവർക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ. യേശു കർത്താവ് യേശു ജീവിക്കുന്നു. എല്ലാരും എഴുന്നേറ്റ് നിന്ന് യേശു കർത്താവ് കൊല്ലുന്ന മരണത്തിൽ കൊല്ലും ഈശപ്പല്ലു തകർത്തകയാ. ഓ കൊല്ലുന്ന മരണത്തിൽ ഈശപ്പല്ലു തകർത്തകയാ. ഇനി ചെല്ലും ഭയമില്ല മൃത്യുവിനെ നമ്മൾ വെല്ലു. എല്ലാരും ചേർന്ന് പറഞ്ഞേ, തുള്ളിച്ചാടി ഒന്ന് ആരാധിച്ച് എല്ലാരും നൃത്തത്തോടെ ആരാധിച്ച്. എന്നെ ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കയാ. ഓ എന്നെ ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കയാ. ഇനി തന്നെ ഒരു ജീവിതമിൽ എനിക്കെല്ലാം എന്നെ സുഖമേ.
ജയം ഹല്ലേലൂയ യേശു കർത്താവ്. സഭ ഒരുമിച്ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. Alive, alive, alive forevermore. Oh, Jesus is alive, alive forevermore. Alive, alive, alive forevermore. Oh, Jesus is alive forevermore. Sing hallelujah, sing hallelujah. My Jesus is alive forevermore. Sing hallelujah, sing hallelujah. My Jesus is ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവി. ഓ ഒരല്പസമയം ആത്മാവിന്റെ തീ കത്തട്ടെ, ആത്മാവിന്റെ തീ കത്തട്ടെ, ആത്മാവിന്റെ തീ കത്തട്ടെ. ശരീരത്തെ വിട്ടുകൊണ്ട്, മനസ്സിനെ വിട്ടുകൊണ്ട്, ആത്മാവിന്റെ ദേഹത്തെ ദേഹിയെ വിട്ടുകൊണ്ട് ഇന്ന് പകൽ വേളയിൽ ഒരഭിഷേകത്തിന്റെ പകർച്ച, ഒരഭിഷേകത്തിന്റെ നിറവ് നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ഇപ്പോൾ Hallelujah. Holy, holy, holy. Amen. Hallelujah. Amen. നാലാമത്തെ മൊഴിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ അവസാനിപ്പിക്കുക. നാലാമത്തെ മൊഴി. അടുത്ത മൊഴി എനിക്ക് ദാഹിക്കുന്നു. അപ്പം പറയാ എനിക്ക് ദാഹിക്കുന്നു. കുഞ്ഞുങ്ങളെ, നാലാമത്തെ മൊഴിയിലും അഞ്ചാമത്തെ മൊഴിയിലും ദൈവകരം കണ്ടില്ല. ദൈവകരം 4ലും 5ലും ദൈവകരം കണ്ടില്ലെന്ന് കരുതി നിങ്ങളോട് ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് വിചാരിക്കരുത്. വെയിറ്റ്, അവന് ഇഷ്ടമുണ്ടോ എന്ന് തെളിയിക്കാൻ പോവുക. നമ്മൾ കേട്ടത് യേശുവിന്റെ നിലവിളിയല്ലേ? പക്ഷേ എബ്രായർ 5:7 പറയുന്നത് എന്നാന്നറിയോ? ക്രിസ്തുവും തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടുകൂടി അപേക്ഷിക്കുകയും അഭയാചന കഴിക്കുകയും ചെയ്തു. അടുത്ത വാക്യം, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. ആ കരച്ചിലിന് ആരാ പറഞ്ഞ് മറുപടി കിട്ടിയില്ലെന്ന്? ആ വാക്യം നോക്ക്. അവന്റെ കണ്ണുനീരിന് മറുപടി കിട്ടിയെങ്കിൽ നിന്റെ കണ്ണുനീരിന് മറുപടി കൊണ്ട് കുഞ്ഞേ. അവന്റെ കരച്ചിലിന് മറുപടി കിട്ടിയെങ്കിൽ, അവന്റെ കരച്ചിലിന് ഉത്തരം കൊടുത്തെങ്കിൽ, ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചെങ്കിൽ, ഇന്ന് പകൽ വേളയിൽ സന്തോഷത്തോടെ പറ, എനിക്കും ഒരു മറുപടി ഉണ്ട്. എനിക്കും ഒരു മറുപടി ഉണ്ട്. സന്തോഷമുണ്ടോ? എനിക്കൊന്നുണ്ട്, ഒരു മറുപടി ഉണ്ട്. മറുപടി ഇല്ലാത്തൊരൊറ്റ വിഷയമില്ല. നിങ്ങൾ ഏതായാലും പോയല്ലേ, ഞാൻ കറക്റ്റ് 12:30 നിർത്തും. കാരണം രാവിലത്തെ പ്രസംഗവും രാവിലത്തെ മീറ്റിങ്ങും ഈ 2 സെക്ഷൻ വരുമ്പോൾ ശാരീരികമായി അല്പം ക്ഷീണമുണ്ട്. ഒറ്റ നിപ്പ് നിൽക്കുകയല്ലേ, അതുകൊണ്ട് ഞാൻ ഒത്തിരി സമയം എടുക്കത്തില്ല. മക്കളെ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ അറിയേണ്ട തിയോളജി ഒന്നും അല്ല കേട്ടോ. ഇത് തിയോളജി വൽക്കരിക്കരുത്. തിയോളജി വൽക്കരിച്ചാൽ തെറ്റുപറ്റും. ഈ തിയോളജി അല്ല, എൻ്റെ ഒരു അഭിപ്രായം പറയാം. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ അറിയേണ്ട 3 കാര്യം. 1, പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മറുപടിയാണ്.
നമ്പർ 2, ചിലതിന് താമസിച്ച മറുപടി, ചിലതിന് മറുപടിയേ ഇല്ല. മറുപടി ഇല്ലാത്ത വിഷയത്തിൽ കടിച്ചു തൂങ്ങരുത്. ദൈവഹിതത്തിന് വിട്ടുകൊട്. ചില വിഷയം താമസിക്കുന്നെങ്കിൽ അത് ഏറ്റവും ബെറ്റർ നിനക്ക് തരാനാണ്. ഏറ്റവും ബെറ്റർ, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. താമസിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പ്രാർത്ഥന വിഷയം ലേറ്റായി പോയെന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇന്നത്തെ ഡേറ്റ് ഇട്ട് കുറിച്ചു വെച്ചോ. ആമേൻ. ഹന്നയ്ക്ക് കൊടുത്ത ദാൻ മുതൽ ബെർശേബ വരെ വിശ്വസ്ത പ്രവാചകനായ ശമൂവേലിന് കൊടുത്തതുപോലെ താമസിക്കുന്ന എനിക്ക് വേദനമായൊരു മഴ. കുഞ്ഞുങ്ങളെ, ചിലതിന് യേശുപ്പച്ചൻ എന്ത് തരും? പെട്ടെന്ന് മറുപടി തരും. അടുത്തിരിക്കുന്ന ആളോട് പ്രാർത്ഥിക്കാം. ആസ്വാദം പറയുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ചേ, നിനക്ക് ഏതാ ഇഷ്ടം? ഈ പ്രാർത്ഥനയിൽ ഏത് മറുപടിയാ ഇഷ്ടം? ഒന്ന് ചോദിച്ചേ. ചുമ്മാ ചോദിക്കും, ചുമ്മാ പറഞ്ഞു പറ. ഏത് മറുപടി? ചോദിക്കുക മാത്രമല്ല, പറയും കൂടി. ഏത് മറുപടിയാ ഇഷ്ടം? പറ. പ്രാർത്ഥിച്ചു പോവാം നമുക്ക്. പറ. ജോലിന് ഏതാ ഇഷ്ടം? വൈകി വരുന്ന മറുപടിയാ ഇഷ്ടം. സ്പെഷ്യൽ ആയതുകൊണ്ട്. മിനിസ്റ്റർ കേട്ടല്ലോ, അവന് വൈകി മതി എന്നാ പറയുന്നത്. എന്നാ മോന, അവനും വൈകി മതി. ഇവിടെ ഇപ്പൊ എല്ലാവർക്കും വൈകി മതിയോ? ഞാൻ രക്ഷപ്പെട്ടു. എനിക്കിന്ന് ഞാൻ ആള് ഫ്രീ ആയി. എല്ലാവർക്കും മറുപടി എപ്പോ എങ്ങനെ മതി? വൈകി മതി. ഇനി പെട്ടെന്ന് ആർക്കെങ്കിലും മറുപടി വേണോ? ഇപ്പൊ കിട്ടും. ഒന്ന് ആർക്കെങ്കിലും പെട്ടെന്ന് വേണോ? കൈ പൊക്കാനൊരു പേടിയുണ്ട്. ഇനി ഈ പെട്ടെന്ന് മറുപടി കൊടുക്കുന്ന ആർക്കാന്നറിയോ? അറിയണോ? വേണ്ടേ? ഞാന് ഇടയ്ക്ക് ഇവനെ വെച്ചുകൊണ്ട് ഞാനൊരു ഉദാഹരണം ഇങ്ങനെ പറയാറുണ്ട്. ഇവര് തമ്മിൽ 3.5 വയസ്സ് വ്യത്യാസമുണ്ട്. ഒരിക്കലും ഞാന് ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുക, ടീപ്പോയിലിരുന്ന്. അപ്പൊ ലെസ്റ്റർ വന്ന് എന്റെ അടുത്തിരുന്ന് പടം വരച്ചോണ്ടിരിക്കുക. അവൻ ഈ പടം വരച്ച് എന്റെ കയ്യിലിരുന്ന പേന പിടിച്ചു മേടിച്ചപ്പോ ഞാൻ അടിക്കാൻ കൈ പോയി. മിണ്ടായിരുന്നു. അവൻ അവിടെ മാറിയിരുന്നു. അപ്പോൾ അന്ന് ഈ പുള്ളി ചെറുതാ. നിങ്ങൾ കണ്ടു കാണും, ഈ നെറ്റ് പോലത്തെ വല പോലത്തെ ഒരു ബനിയാൻ കിട്ടുമായിരുന്നു, ഇങ്ങനെ സാൻഡ് ബനിയാൻ, ഒരു ഫ്ലൂറോസെന്റ് കളറില്. അതും ഇട്ട് താഴെ ഒന്നുമില്ല, ഈ ബനിയൻ മാത്രം ഇട്ട് ഈ പുള്ളി ഓടി വന്നിട്ട് എന്റെ മടിലോട്ട് കയറി ഇരുന്നിട്ട് എന്റെ കയ്യിലെ പേനങ്ങ് മേടിച്ചു. ഞാൻ അങ്ങനെ തന്നെ കൊടുത്തു. മറ്റവനവിടെ കണ്ടോണ്ടിരിക്കുക. ഇവൻ മേടിച്ചോണ്ട് അടുക്കളയിട്ട് പോയപ്പോ അവൻ എന്നോട്, പപ്പക്ക് എന്നോട് ഇഷ്ടമില്ല. ഞാൻ പറഞ്ഞു, മോനോട് ഇഷ്ടമില്ല എന്നിട്ടല്ല, പപ്പ ഇത് എഴുതി കഴിയുമ്പോ മോനം തീയും തരും. അവൻ അങ്ങനെയല്ല. അവൻ ഒരു വിവരവും ഇല്ലാത്തവനാ. അവനിപ്പോ അത് കൊടുത്തില്ല. ആയിട്ടിരിക്കുന്ന നെറ്റ് ബനിയാനില്ലേ, അതുവരെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കളെ. കാരണം ചെറുപ്പത്തിൽ ഇവൻ ഭയങ്കര അലമ്പായിരുന്നു. കാരണം ഒരു ദാനം കൊടുത്തില്ല, അവിടെ ഉരുണ്ട് വീഴും, പിന്നെ ശ്വാസം കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ചോദിച്ച ഉടനെ കൊടുക്കും. അപ്പൊ ആർക്കാ പെട്ടെന്ന് കൊടുക്കുന്നത്? ഈ അലമ്പന്മാർക്കാ പെട്ടെന്ന് കൊടുക്കുന്നത്. കർത്താവിനറിയാം ഇവന് കൊടുത്തില്ല, ഇവൻ പ്രവേശനം ഉണ്ടായിക്കളെ. ഉടുത്തിരിക്കുന്നതൊക്കെ ഊരി വലിച്ചെറിഞ്ഞിട്ടിട്ട് പോയിക്കളെ. പക്ഷെ ചിലരിന്ന് പകൽ ഇവിടെ ഉണ്ട്, താമസിച്ചിട്ട് കിട്ടാത്തവർ. തമ്പുരാനും നല്ല ഉറപ്പാ, ദൈവത്തിന് നല്ല ഉറപ്പാ. താമസിച്ചാലും നീ ഇട്ടിട്ട് പോവത്തില്ല, താമസിച്ചാലും നീ യേശുവിനെ വിട്ടു പോവത്തില്ല. ഏറ്റവും ശ്രേഷ്ഠമായ ചിലത് ഏലി ഏലി ലമ്മാ ശബഥാനി, എന്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്? ദൈവം പറയുന്നു, കുഞ്ഞേ, ഞാൻ നിന്നെ കൈവിട്ടതല്ലടാ. ഞാൻ നിന്നെ അധികം സ്നേഹത്തോടെ, അധികം കരുണയോടെ, അധികം വിശ്വാസത്തോടെ നിന്നെ ചേർത്ത് പിടിക്കേണ്ടതിനാ അല്പസമയത്തേക്ക് ഞാൻ നിന്നെ കൈവിട്ടത്. ഇന്ന് പകൽക്കാലം കൈവിട്ടു കളഞ്ഞോ എന്ന് തോന്നിയ ചിലരോട് തമ്പുരാൻ പറയുന്നു, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുക. എന്റെ ഉള്ളം കയ്യിലാ നീ, എന്റെ മാറിവിലാണ്. ആ കരമൊന്ന് ഉയർത്തി നന്ദി പറ. നമ്മുടെ കണ്ണടയ്ക്കാം, മുന്നോട്ട് വന്നിപ്പിച്ച് പ്രാർത്ഥി. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം.
ഒരു മറുപടി തരുന്ന ഒരു നല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു നല്ല കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ? നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ മറഞ്ഞു പോകുന്ന ഒരു ദൈവത്തെ അല്ല ഇന്ന് പകൽ വിളിക്കുന്നത്. ആ കർത്താവ് ഇന്ന് പകൽ നമ്മോട് കൂടെയുണ്ട്. നമുക്കൊന്നിച്ച് ദിവസം ഇന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായത് ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും കാൽവറി ക്രൂശ് ഊറ്റിത്തന്ന് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചൊരിഞ്ഞ അങ്ങയുടെ തിരുരക്തത്തെയും കർത്താവെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ, ആ രക്തം ഞങ്ങളുടെ മേൽ വീണത് കൊണ്ട് ഇന്ന് അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇത്ര വലിയൊരു രക്ഷ ദൈവം ഞങ്ങളുടെ മേൽ പകർന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഒരിക്കൽ കൂടി അങ്ങയുടെ ആ തിരുനിണത്തെ ഓർക്കുവാൻ, തിരുരക്തത്തെ ഓർക്കുവാൻ തക്കവണ്ണം ദൈവം തന്ന ഭാഗ്യത്തിന് നന്ദിയോട് സ്തോത്രം. കർത്താവെ, പ്രാർത്ഥിക്കുന്നൊരു മറുപടി ഉണ്ടെന്ന് കർത്താവ് ഇന്ന് പകലും കേൾക്കാൻ ദൈവം കഴിഞ്ഞല്ലോ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. ഇതിന് മധ്യത്തിൽ ആരെങ്കിലും ഒക്കെ ഭാരത്തോടെ വേദനയോടെ ഇന്ന് പകൽ ഈ ആലയത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ വലിയ മഹത്വം ചലിക്കട്ടെ. ഈ ആലയം വിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അതിന് മറുപടി ലഭിക്കട്ടെ കർത്താവേ. സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ കരം ചലിച്ചാട്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിച്ചാട്ട്, ഞങ്ങളുടെ യൗവനക്കാരുടെ മേൽ ദൈവത്തിന്റെ കരം ചലിച്ചാട്ട്, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ മേൽ ദൈവത്തിന്റെ കരം ചലിച്ചാട്ട്. ഇന്ന് പകൽ കേട്ട വചനം കർത്താവേ, ഞങ്ങളുടെ ഓരോ കുടുംബത്തിന്റെ മേലോ ഓരോ കുടുംബങ്ങളുടെ മേലോ അത് വിടുതലായി മാറുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ അഭിഷിക്തനെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചതായ സ്തോത്രം വീണ്ടും ശക്തിയോടെ നിർത്തണം. ദൈവ സാന്നിധ്യം കൊണ്ട് പൊതിയണം. എല്ലാ കുടുംബങ്ങളെ, എല്ലാ ദൈവമക്കളെ ദൈവം അനുഗ്രഹിച്ചാട്ടെ. ഒരു വ്യക്തിയെ പോലും ശത്രു തൊടാൻ ദൈവം അനുവദിക്കരുത്. യേശു കർത്താവിന്റെ നിയമരക്തം കൊണ്ടും വചനം കൊണ്ടും എല്ലാവരും മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം കൊണ്ട് പൊതിയണം. തുടർന്ന് കർത്താവേ, ഞങ്ങൾക്ക് അങ്ങേ പ്രാർത്ഥിപ്പാൻ, കരയുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള കൃപ ഈ ആഴ്ച മൊത്തം ദൈവം ഞങ്ങളുടെ മേൽ പകർന്നാടുത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. മഹത്വം എല്ലാം പരിശുദ്ധാത്മാവ് എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശുസ് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം, കാവലും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനും മേലും കടന്നു വന്ന ഓരോ ദൈവജനത്തിനു മേലും കേൾക്കപ്പെട്ട ദൈവിക അരുളപ്പാടിന് മേലും കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.